ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം തന്നെ നമ്മളെ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് കഴുകി ഇടുന്നുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ 2 ദിവസം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോസൊന്നും ഇടയില്ലല്ലേ. അപ്പോൾ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചതൊക്കെ ഉണ്ട് ഇടാൻ. അപ്പോൾ വോയിസ് കൊടുക്കാൻ എഡിറ്റ് ചെയ്യാനൊന്നൊരു മൂഡ് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പെൻഡിങ് ആയി കിടക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഡെയിലി വീഡിയോസ് ഇനി ഇടണം. അപ്പോൾ എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ലൈക്കും കമൻറ്റൊക്കെ ഉണ്ടെങ്കിലുള്ളൂ കേട്ടോ നമ്മൾ വീഡിയോ മുന്നോട്ട് പോവുള്ളൂ. അങ്ങനെ ഇതാ ഗ്യാസ് അടുപ്പൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണ്ട കേട്ടോ. എന്നിട്ട് വേണേൽ നമുക്ക് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഗ്യാസ് അടുപ്പുമ്മ തന്നെയാണ് കേട്ടോ ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്കൊന്ന് അങ്ങാടിക്ക് പോകാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ ചോറ് തിളപ്പിച്ച് ഊറ്റുകയാണ് കേട്ടോ. ഇന്നലെ രാത്രി വെച്ച ചോറ് അങ്ങനെ തന്നെ ബാക്കിയായിട്ടുണ്ട്. ഞാനും തന്നെ വല്ലാതെ ചോറൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഇമ്മയും തന്നെ തുള്ളി കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് എല്ലാം ബാക്കിയായി. അപ്പോൾ ഇന്ന് വേറെ ഇനി ചോറൊന്നും ഇപ്പോൾ ഉച്ചക്കൊക്കെ വെക്കണമൊന്നുമില്ല. അപ്പോൾ അതന്നെ തിളപ്പിച്ച് ഊറ്റിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ മീനൊക്കെ വെച്ചിനില്ലേ, വലിയ കഷ്ണം മീൻ വറ്റിച്ച് വെച്ചിനി. അപ്പോൾ ആ ഒരു മീൻ അതിന് എടുത്തുങ്ങാണ്ട് പൊരിച്ചെടുക്കാമെന്നാണ് കേട്ടോ കരുതണത്. വെച്ച മീൻ പിന്നെ പൊരിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണെന്ന് പറയണേ കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ വെള്ളമൊക്കെ അവിടെ ഗ്യാസ് അടുപ്പുമ്മ വെച്ച് കൊടുത്തിട്ട് ഞാൻ പാത്രമൊക്കെ കഴുകാൻ നിൽക്കുകയാണ് കേട്ടോ. ഇനി വേഗം തന്നെ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതാ കുറച്ച് പരിപ്പ് കറി ഉണ്ടാക്കാനാണ് കേട്ടോ കരുതിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു കുക്കറിൽ കുറച്ച് പരിപ്പും തക്കാളിയും അതേപോലെ തന്നെ പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോറൊക്കെ ഒന്ന് തിളപ്പിച്ച് വാങ്ങിയിട്ട് ആ ഒരു അടുപ്പത്ത് തന്നെ കുക്കറും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ചോറൊക്കെ ഒന്ന് ഊറ്റിയെടുക്കണം. അങ്ങനെ ഞാൻ ഒരു ഓട്ടക്കൊട്ടയ്ക്ക് ഊറ്റി അങ്ങനെ ചോറ് ഊറ്റലൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നമ്മളെ കുക്കറൊക്കെ അവിടെ വിസിലൊക്കെ അടിച്ച് ഞാൻ ഓഫാക്കി ഇട്ടീനി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് മീൻ പൊരിച്ചെടുക്കുന്നുണ്ട് പറഞ്ഞില്ലേ. അതിന് വേണ്ടി ആദ്യം തന്നെ ആ ഒരു ചട്ടിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ആ ചട്ടിയൊക്കെ വെച്ച് കൊടുത്ത് ചട്ടിയൊക്കെ ഏകദേശം ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഇന്നലെ വറ്റിച്ചെടുത്ത മീനാണ് കേട്ടോ. ഞാൻ ഇന്നലെ ബാക്കി ഉണ്ടായപ്പോൾ അത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിനി. അപ്പോൾ അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് വെച്ചിട്ട് അപ്പോൾ അങ്ങനെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കാൻ കരുതി കേട്ടോ. അപ്പോൾ കുറേ നേരമൊന്നും കിടക്കേണ്ടി വരില്ല, കാരണം വെന്ത സാധനം തന്നെയാണല്ലോ. 2 ഭാഗം ഒന്ന് മൊരിയിച്ചങ്ങാണ്ട് എടുക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മീൻ ചെയ്തിട്ട് കഴിക്കാൻ നല്ല രസമുണ്ടായിന് കേട്ടോ. കാരണം വറ്റിച്ചെടുത്തപ്പോൾ അതിന്മേക്ക് നമ്മളെ മുളകും അതേപോലെ തന്നെ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിനില്ലേ ആ കഷ്ണത്തുമ്മക്ക്. അപ്പോൾ അത് നമ്മളൊന്ന് മൊരിച്ചെടുക്കുമ്പോൾ ഒന്നും പാടെ ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. അങ്ങനെ അതൊക്കെ ഞാൻ ഗ്യാസ് അടുപ്പുമ്മ വെച്ച് കൊടുത്തിട്ട് ഞാൻ നമ്മൾ കുടിക്കാനുള്ള വെള്ളം പിടിച്ചേക്കണ ഒരു സ്റ്റീലിൻ്റെ കുടുക്കയാണ് ഇട്ടത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് നല്ല വെള്ളം കുറച്ച് പിടിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് എന്നും ഞാൻ കഴുകലുണ്ട് കേട്ടോ. പിന്നെ ചില ദിവസമൊക്കെ നല്ല കുറേ വെള്ളം ഉണ്ടാകുമ്പോൾ അങ്ങനെ കഴുകാതെ വെക്കും കേട്ടോ. ആ വെള്ളം കഴിയാനാവുമ്പോൾ അപ്പോൾ കഴുകിയിട്ട് അപ്പോൾ നിറച്ച് വെക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ അതൊക്കെ കഴുകി ഞാൻ മോട്ടറൊക്കെ ഇട്ട്
നമ്മൾ നല്ല വെള്ളം കുറച്ച് പിടിച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പൈപ്പിൽ നിന്നാണ് കേട്ടോ നേരിട്ട് നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം വരുന്നത്. മറ്റേ പൈപ്പുകളിൽ നിന്നൊക്കെ നമ്മൾ ടാങ്കിൽ നിന്നാണ് കേട്ടോ വെള്ളം വരിക. അപ്പോൾ നേരിട്ട് കിണറ്റിൽ നിന്ന് വരുന്ന അതിൽ നിന്നാണ് കേട്ടോ നമ്മൾ കുടിക്കാനുള്ള വെള്ളം, ഫുഡ് ഉണ്ടാക്കാനുള്ള വെള്ളമൊക്കെ എടുക്കാൻ അതിൽ കുറച്ച് വെള്ളം പിടിച്ച് വെക്കും. അങ്ങനെ അതൊക്കെ അവിടെ മോട്ടറിട്ട് തിരിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തേങ്ങയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പരിപ്പ് കറി റെഡിയാക്കി എടുക്കാമല്ലേ. അപ്പോൾ ഒരു ചട്ടിക്ക് നമ്മൾ കുറച്ച് ജീരുള്ളിയൊക്കെ അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതൊക്കെ തൂമിച്ചെടുത്തിട്ട് തേങ്ങയൊക്കെ അരച്ചതൊക്കെ ഒഴിച്ച് കൊടുത്ത് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കറിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണമെന്നേക്കാരല്ലേ. ഞങ്ങൾ എന്നൊന്നും ഉണ്ടാക്കലൊന്നുമില്ല കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഇമ്മാക്കും എനിക്കൊക്കെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ പച്ചക്കറികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി കൊടുന്നിട്ട് വേണം. അപ്പോൾ പരിപ്പും കൊണ്ട് കറി ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ കിച്ചണത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ അടിച്ചു വാരാനൊക്കെ നിന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കൂടുതലൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അങ്ങാടിക്കൊക്കെ ഒന്ന് പോവാനൊക്കെ ഉണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങാടിക്കൊക്കെ ഒന്ന് പോയി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ കൊച്ചു വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ